എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലയാളത്തിലെ തലയെടുപ്പുള്ള സാഹിത്യകാരൻ ശ്രീ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലാണ്. കൊല്ലം ജില്ലയിലെ ആശ്രമം ഭാസി എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സങ്കീർത്തനം പബ്ലിക്കേഷൻസാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. ദീപിക വാർഷിക പതിപ്പിൽ ലക്കങ്ങളായി പ്രസിദ്ധീകരിക്കപ്പെട്ട നോവലാണ് ഇത്. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് ശ്രീ ഭാസി. 1993 ഈ നോവൽ പുറത്തു വരുന്നത്. 215 പേജുകളുള്ള ഈ പുസ്തകത്തിന് ഇപ്പോൾ 245 രൂപ വിലയുണ്ട്. ആശ്രമം ഭാസി പെരുമ്പടവത്തിൻ്റെ വീട്ടിലെത്തി പുസ്തകം പ്രസിദ്ധീകരിക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചപ്പോൾ എഴുത്തുകാരൻ അതിന് അനുവാദം നൽകുകയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ 100ാം പതിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ ഈ പുസ്തകം ഉയർത്തിവിട്ട ഉയർന്ന ചിന്തയും ആഴമേറിയ വായനാ അനുഭവവും വളരെ മികച്ചതാണെന്ന് കണ്ടെത്താൻ കഴിയും. വായന മരിക്കുന്നു എന്ന കാലഘട്ടത്തിൽ വായനക്കാരെ വായനയിലേക്ക് ആകർഷിപ്പിക്കാനും തിരികെ കൊണ്ടുവരാനും പെരുമ്പടവത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ അഭയം, അഷ്ടപതി എന്നീ നോവലുകളിൽ തികച്ചും വ്യത്യസ്തമായ ഒരു പുസ്തകമാകുന്നു സങ്കീർത്തനം പോലെ എന്ന ഈ പുസ്തകം. ഇതിലെ കഥാപാത്രങ്ങളൊക്കെ തികച്ചും ജീവിച്ചിരുന്നവർ തന്നെയാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ റഷ്യയിൽ ജീവിച്ചിരുന്ന സാഹിത്യ നഭോമണ്ഡലത്തിലെ സൂര്യ തേജസ്സായിരുന്ന ശ്രീ ദസ്തേവിസ്കിയുടെ ജീവിതകഥ വരച്ചുകാട്ടുന്ന നോവലാണ് സങ്കീർത്തനം പോലെ എന്ന ഈ നോവൽ. പെരുമ്പടവം തൻ്റെ 16ാമത്തെ വയസ്സിൽ ദസ്തേവിസ്കിയുടെ കുറ്റവും ശിക്ഷയും വായിക്കാൻ ഇടയായപ്പോൾ തോന്നിയ മോഹമാണ് ദസ്തേവിസ്കിയെക്കുറിച്ച് ഒരു നോവൽ എഴുതണമെന്നത്. ആ പുസ്തകം എഴുത്തുകാരൻ്റെ മനസ്സിൽ തൊട്ട അനുഭവം ഉണ്ടാക്കിയതാണ് അതിൻ്റെ കാരണമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമുക്ക് നോവലിലേക്ക് ഒരു ബാഹ്യഗമനം നടത്താം. ദസ്തേവിസ്കി എന്ന റഷ്യൻ നോവലിസ്റ്റിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ദുഃഖങ്ങളും മറ്റ് സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ പ്രണയവുമൊക്കെ വരച്ചു കാട്ടുന്നതാണ് സങ്കീർത്തനം പോലെ എന്ന കൃതി. ഒറ്റ ഇരുപ്പിൽ തന്നെ വായനക്കാരന് വായിച്ചു തീർക്കാൻ കൊതി തോന്നുന്ന രീതിയിലാണ് കഥയുടെയും ഭാഷയുടെയും ഒഴുക്ക്. അത് പെരുമ്പടവത്തിൻ്റെ ഒരു രചനാശൈലിയുടെ സവിശേഷത തന്നെയാണ്. തികച്ചും ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു ദസ്തേവിസ്കി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളുടെ ഒരു വിചിന്തനം അദ്ദേഹം നടത്തുകയാണ്. ആ വിചിന്തനം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പിരിമുറുക്കത്തിലാക്കുന്നു. സ്വല്പം റിലാക്സിനു വേണ്ടി അദ്ദേഹം ചൂതാട്ട കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നു. മാത്രമല്ല, പകലും രാത്രിയിലും അടച്ചിടാത്ത മദ്യശാലയിലെ സ്ഥിരം അന്തേവാസിയായും ദസ്തേവിസ്കി മാറുന്നു. ഒട്ടേറെ പേർക്ക് അദ്ദേഹം കടക്കാരനാണ്. സ്കെലോവിസ്കി എന്ന പലിശക്കാരനോട് അദ്ദേഹം പണം കടം വാങ്ങുന്നു. തിരിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാഞ്ഞപ്പോൾ അയാൾ ദസ്തേവിസ്കിയോട് ഒരു നോവൽ എഴുതിത്തരാൻ ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുഴുവൻ നോവലിൻ്റെയും വരുമാനം തൻ്റെ പേർക്ക് എഴുതിത്തരണമെന്നും ആ ദുഷ്ടനായ മനുഷ്യൻ പറയുന്നു. അദ്ദേഹത്തിന് എഴുതാനുള്ള പ്രയാസം നേരിടുന്നു. അപ്പോൾ എഴുത്തിന് സഹായിക്കാൻ ഷോർട്ട് ഹാൻഡ് വശമുള്ള അന്ന എന്ന സുന്ദരിയായ യുവതി കടന്നു വരുന്നു. പിന്നീട് ദസ്തേവിസ്കി കഥ പറയും, അന്ന രേഖപ്പെടുത്തും. ആ സ്ഥിതിയിലാവുന്നു കാര്യങ്ങൾ. പലപ്പോഴും റഷ്യയിലെ നോവ നദിയുടെ കരയിലിരുന്നാണ് ദസ്തേവിസ്കിയും അന്നയോട് കഥ പറയാറുള്ളത്. അങ്ങനെ പതിയെ പതിയെ ദസ്തേവിസ്കിക്ക് നീലക്കണ്ണുകളും റോസ് നിറവും റോസ് കവിളുകളുമുള്ള അന്നയോട് പ്രണയം തോന്നുകയാണ്. അയാളത് അന്നയോട് തുറന്നു പറയുകയും ചെയ്യുന്നു. അവൾ കേവലം ദസ്തോവിൻ്റെ മകളുടെ പ്രായമുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് അന്ന വശംവദയാവുന്നു. പക്ഷേ ക്ഷിപ്രകോപിഷ്ഠനായ ദസ്തോവിൻ്റെ കൂടെയുള്ള സഹവാസം അന്നയെ വിഷമവൃത്തത്തിലാക്കുന്നു. ഒരു ദിവസം ചുഴലി രോഗത്തിന് അടിമപ്പെട്ട് ദസ്തോവിൻ്റെ ഭ്രാന്തമായ പ്രകടനം കണ്ട് അന്ന അമ്പരക്കുന്നു. അവൾ അവിടം വിട്ട് ഓടിപ്പോകുന്നു. അത് ദസ്തോവിൻ്റെ ജീവിതം കൂടുതൽ ദുഷ്കരവും സങ്കീർണവുമാക്കുകയാണ്. അയാൾ മുഴുക്കുടിയനായിത്തീരുന്നു. അന്നയുടെ മനസ്സിൽ പതിയെ കുറ്റബോധം ഉടലെടുക്കുകയാണ്. അവൾ പതിയെ ദസ്തോവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. ദസ്തോവ് താമസിക്കുന്നത് ഒരു വില്ല, ഒരു വാടക വീടാണ്. അങ്ങനെ വീണ്ടും അന്ന ദസ്തോവിനരികിൽ എത്തിച്ചേരുന്നു. നോവലിൻ്റെ ആദ്യ ഭാഗത്തിന് ശേഷമാണ് ദസ്തോവിൻ്റെ പ്രണയം തുടങ്ങുന്നത്.
ദസ്തോവ്സ്കി ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമയാണ്. രാത്രികാലങ്ങളിൽ പലപ്പോഴും ഇറങ്ങി നടക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. അയാൾ മദ്യശാലയിലും ചൂതാട്ട കേന്ദ്രങ്ങളിലും രാത്രികാലങ്ങളിലാണ് എത്തിച്ചേരുക. അയാൾ ഒരു സ്ത്രീലമ്പടനാണെന്ന് പോലും ആളുകൾ പറയുമായിരുന്നു. ഒരു ഭർതൃമതിയെ അദ്ദേഹം മുൻപ് വിവാഹം ചെയ്തിരുന്നതുമാണ്. പക്ഷേ ദസ്തോവിൻ്റെ നിർമ്മലമായ സ്നേഹത്തെയും അദ്ദേഹത്തിൻ്റെ കളങ്കരഹിതമായ മനസ്സിനെയും തൊട്ടറിയാൻ അവൾക്ക് കഴിഞ്ഞു. അങ്ങനെ അന്നയും ദസ്തോവും ഒരുമിക്കുന്നു. ഇതാണ് കഥയുടെ ഇതിവൃത്തം. ഈ കഥയുടെ സ്ഥായിയായ ഭാവം തികച്ചും ദുഃഖമാണ്. റഷ്യയിലെ നിരവധി കാഴ്ചകളും സന്ദർഭങ്ങളും പെരുമ്പടവും നമുക്കായി ഇതിൽ കോറിയിട്ടിട്ടുണ്ട്. നല്ല ഒരു ദൃശ്യാനുഭവം പകരുന്ന മികച്ച നോവൽ. തീർച്ചയായും എല്ലാ വായനക്കാരും ഇത് വായിച്ചിരിക്കണമെന്നുള്ളതാണ്. നന്ദി.